എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ 8ാമത്തെ യൂണിറ്റായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. പെരുമാൾ ഭരണം എന്ന് പറഞ്ഞാൽ പെരുമാളിൻ്റെ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായിട്ടും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികൾ, ദേശങ്ങളുടെ ഭരണം ദേശവാഴികൾ. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകൾ. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത് പെരുമാളിനായിരുന്നു. പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ആശയപടം പൂർത്തിയാക്കും. പെരുമാൾ രാജ്യം, നാടുകൾ, ദേശങ്ങൾ, കരകൾ. പെരുമാൾ രാജ്യം പെരുമാൾ, നാടുകൾ നാടുവാഴികൾ, ദേശങ്ങൾ ദേശവാഴി, കരകൾ പഞ്ചായത്ത്. സാമ്പത്തിക പുരോഗതി. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും, ചുങ്കം എന്ന് പറഞ്ഞാൽ നികുതി, പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. സാംസ്കാരിക ജീവിതം. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങളുണ്ടായി. എങ്ങനെയൊക്കെയാണ് സാംസ്കാരിക ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായതെന്ന് നോക്കാം. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായിട്ട് മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തർക്കും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. ഓരോ തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ജാതിക്കാരെ തിരിച്ചറിഞ്ഞിരുന്നത്. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. നാടുവാഴി സ്വരൂപങ്ങൾ. എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ? പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിന്നീട് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട് കണ്ണൂർ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂർ വേണാട് എന്നിവ.
നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നുവന്നത്. മക്കത്തായവും മരുമക്കത്തായവും പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം. പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതിയായിരുന്നു മക്കത്തായവും മരുമക്കത്തായവും. അതായത് അടുത്ത അനന്തരാവകാശി പോലെയുള്ള ഭരണം കൊടുക്കുന്നത്. അപ്പോൾ അതിനെ പറയുന്ന രണ്ട് രീതിയായിരുന്നു മക്കത്തായവും മരുമക്കത്തായവും. പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മരുമക്കത്തായം. അതായത് പെങ്ങന്മാരെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയായിരുന്നു മരുമക്കത്തായം. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളാണ് കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂര്, അറിയപ്പെടുന്ന വേണാട് എന്ന പേരിൽ. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളാണ് കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ. പ്രധാന നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയാണ് ഭരണം. ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടു. കോലത്തുനാട് സ്വരൂപത്തിലെ കണ്ണൂരാണ് അതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ളവരെ കോലത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്. ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. കോലത്തുനാട് സ്വരൂപം കണ്ണൂരാണ്. ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേര് കോലത്തിരി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോടായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. അവിടുത്തെ ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് കേരളത്തിൻ്റെ തെക്കേയറ്റത്തായി സ്ഥിതി ചെയ്യുന്നു. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും 4 സ്വരൂപങ്ങളാണുള്ളത്: കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ സ്വരൂപം. കോലത്തുനാട് കണ്ണൂർ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊടുങ്ങല്ലൂർ, വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവയിലാണ് 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. ഭാരതപ്പുഴ തീരത്താണിത്. 12 വർഷത്തിലൊരിക്കലാണ് ഈ ഉത്സവം നടന്നിരുന്നത്. ഇതിൻ്റെ പേരാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവക്കോനാതിരി നിന്ന് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരാൻ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടിദാനം നടത്തി. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. തൃപ്പടിദാനം 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറ വച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത്.
മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.